welcome back to our channel. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓറിയോ വെച്ചൊരു ലാവ കേക്ക് ഉണ്ടാക്കുകയാണ്. ഏറ്റവും ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്യും. പിന്നെ ഏറ്റവും സിമ്പിളായിട്ടുള്ള സാധനങ്ങളാണ് നമ്മളിതിൽ യൂസ് ചെയ്യുന്നത്. പിന്നെ നമ്മൾക്ക് കേക്ക് ഉണ്ടാക്കാൻ ടിന്നൊന്നുമില്ലെങ്കിൽ പേടിക്കുകയേ വേണ്ട, നമ്മളിത് ഇഡ്ലി ചെമ്പിലാണ് ഉണ്ടാക്കുന്നതാണ് അതിൻ്റെ വേറെ സ്പെഷ്യാലിറ്റി. അപ്പോൾ ഗായ്സ് എല്ലാവരും റെസിപ്പി ഫുള്ളായി കാണാൻ മസ്റ്റ് ട്രൈ ആണ്. പിന്നെ റെസിപ്പി കാണുന്നതിനെക്കാട്ടി പിന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ നമുക്ക് ഉണ്ടാക്കിയാലോ. അപ്പോൾ ഗൈസ് 3 പാക്കറ്റ് ഓറിയോ, 1 പാക്കറ്റ് പാല്, പിന്നെ 2 ഡയറി മിൽക്കാണ് നമുക്കിതിനായിട്ട് ആവശ്യമുള്ള. ഇത്രയും കുറച്ച് സാധനങ്ങൾ മതി കേട്ടോ. പിന്നെ എന്നിട്ട് ഫസ്റ്റ് നമ്മൾ ഓറിയോ ഞാൻ എന്താ പറയുക ക്രീം കളഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ബ്രൗണും വൈറ്റ് വരുന്ന എൻ്റെ ക്രീം. പിന്നെ അതൊരു BTSൻ്റെ തീമൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞാനത് ക്രീം മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതേ വീണ്ടും കുറച്ച് പാൽ, ആദ്യം 1 കപ്പ് പാലൊഴിച്ചു, പിന്നെ വീണ്ടും കുറച്ച് പാലൊഴിക്കുന്നുണ്ട് കാരണം അത് ഇതാവാനേ. പിന്നെ ഞാനതേ ഇപ്പം നന്നായി ഇളക്കി നല്ല കൺസിസ്റ്റൻസ് ആയിട്ടുള്ള ബാറ്റർ ആയിട്ടുണ്ട്. അപ്പോൾ അതേ നല്ല അടിപൊളിയായിട്ട് നമുക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഇഡ്ഡലി തട്ടോ അല്ലെങ്കിൽ ടിന്നുണ്ടെങ്കിൽ ടിന്നു യൂസ് ചെയ്യാം കേട്ടോ. കപ്പ് ഉണ്ടാവുമല്ലോ, കപ്പ് കേക്കിൻ്റെ കപ്പ് ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. ഞങ്ങളിപ്പോൾ ലാവ കേക്ക് ഉണ്ടാക്കുന്നതുകൊണ്ട് ഇഡ്ഡലി തട്ടിലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. എന്നിട്ട് അതിൽ കുറച്ച് ഓയിലാണ് ഞാൻ തേക്കുന്നത്. എന്നിട്ട് ഇത് ഫുള്ള് ഓയിൽ തേക്കണം കേട്ടോ. എല്ലാത്തിലും ഫുള്ളായിട്ട് ഓയിൽ തേക്കണം. നല്ല ഓയിൽ ഒഴിക്കണ്ട, അപ്പോൾ ഒരു ഓയിലിൻ്റെ ചൊവ വരും അതിൽ. അത് കാരണം തന്നെ ഫുൾ ഓയിൽ ഞാൻ പരട്ടുന്നില്ല, ചെറുതായിട്ടൊന്ന് പരട്ടുന്നുള്ളൂ കേട്ടോ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അതിൽ ഫുള്ള് ഓയിൽ പരട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഇനി നമ്മളിത് നന്നായിട്ട് ഇതായിട്ടുള്ള നമ്മളെ ബാറ്റർ എടുത്തിട്ട് അതിലൊഴിക്കണം. ഞാൻ ബാറ്റർ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്, അതാണ് ഇപ്പോൾ ഒഴിക്കാത്തത് കേട്ടോ. ഇതേ കണ്ടോ, നല്ല ബാറ്റർ അടിപൊളിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കത് കുറച്ച് ഒഴിക്കുക ആദ്യം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഒരു ഡയറി മിൽക്കിൽ ഒരെണ്ണം പൊട്ടിച്ചിട്ട് നമുക്കതിൽ വെക്കാം. 1 കഷ്ണമോ 2 കഷ്ണമോ ഒക്കെ നിങ്ങൾക്ക് വെക്കാം. ഞാനിപ്പോൾ 2 മാത്രമാണ് വാങ്ങിച്ചത് കൊണ്ട് 1 വെക്കുന്നുള്ളൂ. മോർ ചോക്ലേറ്റ് ആവാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് കുറേ ചോക്ലേറ്റ് അതിൽ വെക്കാം കേട്ടോ, ഒരു കുഴപ്പമില്ല. ചോക്ലേറ്റ് ഗനാഷും യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ചോക്ലേറ്റ് ഗനാഷ് യൂസ് ചെയ്യുന്നില്ല, ചോക്ലേറ്റ് മാത്രമാണ് കേട്ടോ യൂസ് ചെയ്യുന്നുള്ളൂ. ചോക്ലേറ്റ് ഞാൻ 2 വാങ്ങിയത് കൊണ്ട് തന്നെ 1 മാത്രമാണ് ഞാനിപ്പോൾ ഇതിൽ കണ്ടോ, 1 മാത്രമാണ് ഞാൻ വെക്കുന്നുള്ളൂ. നിങ്ങൾക്ക് 2 3 ഒക്കെ വെക്കാം. പിന്നെ ബാക്കി വന്നപ്പോൾ ഞാൻ 2 ഒരെണ്ണത്തിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അത് വെരി ടേസ്റ്റി ആയിരുന്നു, കാരണം നല്ല ചോക്ലേറ്റി ലാവ കേക്ക് ആയിരുന്നു കേട്ടോ. ആദ്യം ഞാൻ വലിയ കയ്യിലോട്ട് ഒഴിച്ചു, പിന്നെ ഇത് ഒഴിക്കുമ്പോൾ നമുക്കൊരു സ്പൂണായിട്ട് ഒഴിച്ചാലും മതി, കാരണം അത് അത്രേ ഉള്ളൂ. പിന്നെ ഇതേ നല്ല ട്രാൻസിഷനൊക്കെ ആയിട്ടുണ്ട്, ബട്ട് ചെറുതായി ഒന്ന് മുഞ്ചിരിക്കുന്നു ട്രാൻസിഷൻ. അപ്പോൾ ഇതേ എല്ലാത്തിലും ചോക്ലേറ്റൊക്കെ വെച്ച് നമ്മളെ ലാവ കേക്ക് ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കിത് എന്ത് ചെയ്യാം, ദേ കണ്ടോ, ഇപ്പോഴാണ് നമ്മൾ ട്രാൻസിഷൻ സെറ്റായത്. അപ്പോൾ ദേ പിന്നെ ഇനി നമുക്കതിൽ ഒക്കെ സെറ്റ് ചെയ്യാം കേട്ടോ. ദേ ചേച്ചിയുടെ വിരലൊക്കെ ഞാൻ കാണിച്ചതാണ്, അറിയാതെ വന്നതാണ് കേട്ടോ ഗൈസ്. അതേ നമ്മുടെ 2 ഇഡ്ഡലി തട്ടിലും ഞാൻ വെക്കുന്നുണ്ട്. എനിക്ക് 3 ഓറിയോ എടുത്തിട്ട് എനിക്ക് 2 ഇഡ്ഡലി തട്ടിക്ക് തികഞ്ഞിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കുറേ ആൾക്കാരുണ്ട് വെച്ചെങ്കിൽ നിങ്ങൾക്ക് കുറേ എണ്ണം എന്ത് ചെയ്യാം, സെറ്റ് ചെയ്യാവുന്നതാണ്. എൻ്റെ ഇപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ കുറച്ച് ആൾക്കാരുള്ളതുകൊണ്ടാണ് 2 ഇഡ്ഡലി തട്ടിൽ മാത്രം വെക്കുന്നത് കേട്ടോ. അതേ എന്നിട്ട് നമ്മൾ ഇഡ്ഡലി തട്ടിൽ വെച്ചിട്ട് അതൊരു പ്രീ ഹീറ്റ് ചെയ്യണം കേട്ടോ, ഒരു 5 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യാം. അതേ അതിൻ്റെ ഇടയിൽ അവിടെ പഴംപൊരിയൊക്കെ ഉണ്ടാക്കുന്നുണ്ട് ഗൈസ്, അതൊരു 5 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യണം കേട്ടോ. അതേ ആ ഒരു 15 മിനിറ്റ് നമ്മൾ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് നമ്മളെ ലാവ കേക്ക് ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്. ഇതുകൊണ്ട് നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. അതേ അപ്പോൾ അപ്പുറത്ത് നമ്മളെ പഴംപൊരി വന്നിട്ടുണ്ട്. നമ്മളെ വീഡിയോ ഇത്രയുള്ളൂ. സോ ടാറ്റാ, ബൈ ബൈ.